ഞാൻ റോബിൻ മാത്യു. ഷെക്കേന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. സുഡാനിലെ എൽഷാഫർ നഗരത്തിൽ നടന്ന കൂട്ടക്കൊലകളുടെ തെളിവുകൾ നശിപ്പിക്കാൻ അർദ്ധസൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് ശ്രമിക്കുന്നതായി യേൽ സർവകലാശാലയിലെ ഗവേഷകർ. ഒക്ടോബറിൽ നഗരം പിടിച്ചെടുത്തതിനു ശേഷം 10,000-കണക്കിന് മൃതദേഹങ്ങൾ ഇവർ ദഹിപ്പിക്കുകയോ കുഴിച്ചുമൂടുകയോ ചെയ്തതായി സാറ്റലൈറ്റ് ചിത്രങ്ങൾ വഴി കണ്ടെത്തി. നഗരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ പോലും വഴിയിൽ വെച്ച് കൊലപ്പെടുത്തിയതിന്റെ തെളിവുകൾ നഗരത്തിന് പുറത്തുള്ള 80ഓളം സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ചതായാണ് സൂചന. 2023 ഏപ്രിലിൽ സുഡാൻ സൈന്യവും അർദ്ധസൈനിക വിഭാഗവും തമ്മിൽ തുടങ്ങിയ അധികാര തർക്കം ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാനുഷിക ദുരന്തമായി മാറിയിരിക്കുകയാണ്. എൽഷാഫർ നഗരം പിടിച്ചെടുത്തത് വഴി പടിഞ്ഞാറൻ സുഡാനിൽ തങ്ങളുടെ അധികാരം ഉറപ്പിക്കാൻ RSFന് സാധിച്ചു. എന്നാൽ അറബ് വംശജരായ സൈനികർ മറ്റു വംശക്കാരെ ലക്ഷ്യമിട്ട് കൊലപ്പെടുത്തുന്നു എന്ന ആരോപണം ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിരിക്കുകയാണ്. യുദ്ധം തുടങ്ങിയതിനു ശേഷം സുഡാനിൽ ഏകദേശം 1,30,00,000-ലധികം ആളുകൾ അഭയാർത്ഥികളായതായാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക്. എൽഷാഫർ നഗരത്തിൽ ഇപ്പോഴും 2.5 ലക്ഷത്തോളം ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നും അവരിൽ പകുതി പേർക്ക് പോലും സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും സന്നദ്ധ സംഘടനകൾ പറയുന്നു. അതേസമയം സ്വന്തം സൈനികരുടെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് RSF നേതാവ് പറഞ്ഞുവെങ്കിലും തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ചൈനയുമായി ചർച്ചകൾക്ക് തയ്യാറെന്ന് ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകൈച്ചി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷാവസ്ഥ മൂർച്ഛിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ജപ്പാൻ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വന്നിരിക്കുന്നത്. തായ്വാനെ കുറിച്ച് നടത്തിയ പരാമർശങ്ങളെ ചൊല്ലി ടോക്കിയോയും ബീജിംഗും തമ്മിൽ നയതന്ത്ര തർക്കം നിലനിൽക്കുന്നുണ്ട് എങ്കിലും ചൈനയുമായുള്ള സംഭാഷണത്തിന് താൻ എപ്പോഴും തുറന്നിരിക്കുകയാണ് എന്ന് ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകൈച്ചി പറഞ്ഞു. ചൈന ജപ്പാന് ഒരു പ്രധാന അയൽക്കാരനാണ്. നമ്മൾ ക്രിയാത്മകവും സുസ്ഥിരവുമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. ചൈനയുമായി സംഭാഷണത്തിന് ജപ്പാൻ എപ്പോഴും തുറന്നിരിക്കുന്നു. ഞങ്ങൾ വാതിൽ അടയ്ക്കുന്നില്ല എന്നും അവർ പറഞ്ഞു. സ്വയംഭരണ ജനാധിപത്യ ദ്വീപിനെതിരായ ഏത് ആക്രമണത്തിലും ടോക്കിയോയ്ക്ക് സൈനികമായി ഇടപെടാൻ കഴിയുമെന്ന് തകൈച്ചി നവംബറിൽ നടത്തിയ പരാമർശത്തെ ചൊല്ലി ചൈനയും ജപ്പാനും തമ്മിൽ തർക്കം ഉടലെടുത്തിരുന്നു. തകൈച്ചിയുടെ പരാമർശങ്ങൾ ബീജിംഗിൽ നിന്ന് കടുത്ത നയതന്ത്ര പ്രതികരണത്തിന് കാരണമാവുകയും ചെയ്തു. ഇതേ തുടർന്ന് ജപ്പാനിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ ചൈന പൗരന്മാരോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയിലേക്ക് ആശങ്കയോടെ ഉറ്റുനോക്കി ഇന്ത്യ. ഹിമാലയൻ മലനിരകളിൽ ചൈനയാണ് ഈ ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കുന്നത്. ടിബറ്റിലെ യാർലുങ് സാങ്പോ നദിയിൽ ഏകദേശം $16,800 കോടി ചെലവഴിച്ചാണ് ഈ വമ്പൻ പദ്ധതി നടപ്പിലാക്കുന്നത്. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ചൈനയിലെ തന്നെ 3 ഗോർജിയസിനേക്കാൾ 3 ഇരട്ടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഇതിന് ശേഷിയുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് നേരിട്ട് ടിബറ്റ് സന്ദർശിച്ചാണ് ഈ പദ്ധതിക്ക് വേഗത കൂട്ടാൻ നിർദ്ദേശം നൽകിയത്. യാർലുങ് സാങ്പോ നദിയിലെ വലിയൊരു വളവ് പ്രയോജനപ്പെടുത്തി തുരങ്കത്തിലൂടെ വെള്ളം തിരിച്ചുവിട്ടാണ് വൈദ്യുതി നിർമ്മിക്കുന്നത്. ഹിമാലയത്തിലെ അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള മേഖലയായതിനാൽ ഈ പദ്ധതിയുടെ പല വിവരങ്ങളും ചൈന രഹസ്യമായി വെച്ചിരിക്കുകയാണ്. പദ്ധതിയുടെ ഭാഗമായി നദിയുടെ താഴെത്തട്ടിൽ അണക്കെട്ടുകളും വലിയ സംഭരണികളും നിർമ്മിക്കുന്നുണ്ട്. ചൈനയുടെ ഭാവിയിലെ വൈദ്യുതി ആവശ്യങ്ങൾക്കും ദേശീയ സുരക്ഷയ്ക്കും ഈ പദ്ധതി വലിയ ഗുണം ചെയ്യുമെന്ന് അധികൃതർ അവകാശപ്പെടുന്നു. അതേസമയം നദിയുടെ താഴെത്തട്ടിലുള്ള ഇന്ത്യയിലേക്കും ബംഗ്ലാദേശിലേക്കും എത്തുന്ന ജലത്തിന്റെ അളവിനെ ഇത് ബാധിക്കുമോ എന്ന ആശങ്ക ശക്തമാണ്. ചൈന ഇതിനെ ഒരു വാട്ടർ ബോംബായി ഉപയോഗിക്കുമോ എന്നാണ് ഇന്ത്യയുടെ പ്രധാന പേടി. അണക്കെട്ട് നിർമ്മാണം മൂലം മേഖലയിലെ പരിസ്ഥിതിക്കും തദ്ദേശവാസികൾക്കും വലിയ ദോഷമുണ്ടാകുമെന്ന് പരിസ്ഥിതി പ്രവർത്തകരും മുന്നറിയിപ്പ് നൽകുന്നു. ചൈനയുടെ ഈ നീക്കത്തിന് പിന്നാലെ ഇന്ത്യയും അതിർത്തി മേഖലയിൽ വമ്പൻ അണക്കെട്ടുകൾ പണിയാൻ ഒരുങ്ങുകയാണ്. ഓസ്ട്രേലിയൻ സർക്കാർ ജൂതവിരുദ്ധത ആളിക്കത്തിച്ചതായി നെതന്യാഹു അഭിപ്രായപ്പെട്ടതിന് പിന്നാലെ ഇസ്രായേലിനെതിരെ വിവാദ പരാമർശവുമായി ഓസ്ട്രേലിയൻ മുൻ പ്രധാനമന്ത്രി മാൽക്കം ടേൺബുൾ. നെതന്യാഹു തങ്ങളുടെ രാഷ്ട്രത്തിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും ഓസ്ട്രേലിയ ബഹുസാംസ്കാരിക സമൂഹമാണ് എന്നും വിദേശ സംഘർഷങ്ങൾ ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കാനാവില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നുവെന്ന പ്രഖ്യാപനത്തെ തുടർന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിന് നെതന്യാഹു കത്തയച്ചിരുന്നു. നേതാക്കൾ നിശബ്ദരായിരിക്കുകയും നടപടിയെടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ പടരുന്ന അർബുദമാണ് ജൂതവിരുദ്ധതയെന്നും നെതന്യാഹു വിമർശിച്ചു. പലസ്തീനെ രാജ്യമായി ഓസ്ട്രേലിയ അംഗീകരിച്ചതിനെ ബോണ്ടി ബീച്ച് കൂട്ടക്കൊലയുമായി ബന്ധപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് ഓസ്ട്രേലിയൻ മുൻ പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തുകയുണ്ടായി. ഗാസയിലെ യുദ്ധത്തെ ചൊല്ലി അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിച്ചു വരുന്നതിനിടയിൽ ഓഗസ്റ്റിൽ പലസ്തീൻ രാജ്യത്തെ അംഗീകരിച്ച ആൽബനീസിന്റെ ഓസ്ട്രേലിയൻ സർക്കാരിനെ മാൽക്കം ടേൺബുൾ പിന്തുണച്ചിരുന്നു. മധ്യപൂർവ്വദേശത്തോ ലോകത്തിലെ മറ്റേതെങ്കിലും ഭാഗത്തോ ഉള്ള യുദ്ധങ്ങൾ ഇവിടെ നടക്കില്ലെന്ന് ഉറപ്പാക്കണം. നെതന്യാഹു ചെയ്തതുപോലെ അവയെ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് സഹായകരമല്ല എന്നും മാൽക്കം ടേൺബുൾ കൂട്ടിച്ചേർത്തു.
ഇറാൻ ഇപ്പോഴും ആണവായുധങ്ങൾ വികസിപ്പിക്കാനും ഇസ്രായേലിനെതിരെ അവ പ്രയോഗിക്കാനും ശ്രമിക്കുന്നുണ്ടെന്ന് മൊസാദ് മേധാവി ഡേവിഡ് ബാർണിയ. ലോകത്തെ വീണ്ടും കബളിപ്പിക്കാനും മറ്റൊരു ആണവ കരാർ യാഥാർത്ഥ്യമാക്കാനും കഴിയുമെന്നാണ് ഇറാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ അതിന് അനുവദിക്കില്ല എന്നും ഇറാൻ ആണവ പദ്ധതികൾ പുനരാരംഭിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുമെന്നും ഡേവിഡ് ബാർണിയ പറഞ്ഞു. അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ തകർത്ത് 6 മാസത്തിന് ശേഷമാണ് മൊസാദിന്റെ തലവൻ ഡേവിഡ് ബാർണിയയുടെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ രാഷ്ട്രത്തെ നശിപ്പിക്കാനുള്ള അഭിലാഷം ഇറാൻ ഉപേക്ഷിച്ചിട്ടില്ല. ആണവായുധം വികസിപ്പിക്കുന്നത് തുടരുക എന്ന ആശയം ഇപ്പോഴും അവരുടെ ഹൃദയങ്ങളിൽ സ്പന്ദിക്കുന്നുണ്ട് എന്നും ബാണിയ പറഞ്ഞു. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് തകർത്ത ഇറാന്റെ ആണവ പദ്ധതി ഒരിക്കലും സജീവമാകില്ലെന്ന് ഉറപ്പാക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നും ബാണിയ പറഞ്ഞു. ജെറുസലേമിൽ മൊസാദ് ഇന്റലിജൻസ് ഏജന്റുമാർക്കുള്ള ഒരു അവാർഡ് ദാന ചടങ്ങിലായിരുന്നു ബാണിയയുടെ പരാമർശം. അതേസമയം ഇസ്രായേൽ ഇറാനിൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തെ ബാണിയ പ്രശംസിക്കുകയും ചെയ്തു. ഇറാനെക്കുറിച്ച് ഇസ്രായേലി ചാരന്മാർ ശേഖരിച്ച രഹസ്യാന്വേഷണ വിവരങ്ങളുടെ വിജയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യക്ക് പിന്നാലെ പാകിസ്ഥാന് വെള്ളത്തിൽ ഷോക്ക് നൽകി അഫ്ഗാൻ താലിബാനും. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയെന്നോണം പാകിസ്ഥാനിലേക്ക് സിന്ധു നദിയിൽ നിന്ന് നൽകുന്ന ജലവിതരണം ഇന്ത്യ തടഞ്ഞിരുന്നു. ഇപ്പോൾ പാകിസ്ഥാന് ഇരുട്ടടി നൽകി സമാനമായ രീതിയിലേക്ക് കടന്നിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനും. കുനാർ നദിയിൽ ഡാം നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് അഫ്ഗാനിസ്ഥാൻ. പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലായ കാർഷിക മേഖലയ്ക്ക് ഇന്ത്യയുടെ നടപടി വൻ ആഘാതമായിരുന്നു. പാകിസ്ഥാനിലെ ചിത്രാൽ മേഖലയിൽ നിന്ന് ആരംഭിച്ച് അഫ്ഗാനിസ്ഥാനിലെ കുനാർ, നൻഗറാർ മേഖലകളിൽ കൂടി ഒഴുകി വീണ്ടും പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന നദിയാണ് കുനാർ. ഈ നദിയിൽ ഡാം നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് അഫ്ഗാൻ താലിബാൻ. ഡാം യാഥാർത്ഥ്യമായാൽ അത് പാകിസ്ഥാന് കനത്ത അടിയാകും. കാർഷിക മേഖലയ്ക്ക് പുറമെ പാകിസ്ഥാനിൽ കുടിവെള്ളം, ജലവൈദ്യുത പദ്ധതി തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വലിയ തോതിൽ പ്രയോജനപ്പെടുത്തുന്ന നദിയാണ് കുനാർ. ഡാം നിർമ്മിച്ച് നദിയുടെ ദിശ മാറ്റിവിടാനാണ് അഫ്ഗാനിസ്ഥാന്റെ തീരുമാനമെങ്കിൽ പാകിസ്ഥാനിലെ ഖൈബർ പസ്തൂൺഖ്വ പ്രവിശ്യ വലിയ പ്രതിസന്ധി നേരിടും. കുനാറിൽ ഡാം നിർമ്മിച്ച് അഫ്ഗാനിസ്ഥാനിലെ ഗംഭീരി മരുപ്രദേശം വഴി നൻഗറാറിലെ ജലസംഭരണികളിലേക്ക് വെള്ളം എത്തിക്കാനാണ് താലിബാന്റെ പദ്ധതി. അതേസമയം അഫ്ഗാനിസ്ഥാന്റെ തീരുമാനം പാകിസ്ഥാനുമായി വീണ്ടും സംഘർഷം രൂക്ഷമാകാനുള്ള സാഹചര്യം ഒരുക്കിയേക്കുമെന്ന വിലയിരുത്തലുകൾ ഉയർന്നിട്ടുണ്ട്. അതിർത്തി സംഘർഷത്തെ തുടർന്ന് പാകിസ്ഥാൻ ചെക്ക് പോസ്റ്റുകൾ അടച്ചത് അഫ്ഗാനിസ്ഥാന്റെ വ്യാപാര മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയായിരുന്നു. പാകിസ്ഥാനുമായി ഇനി വ്യാപാര ബന്ധത്തിനില്ല എന്ന് വ്യക്തമാക്കിയ താലിബാൻ ഇപ്പോൾ ഇന്ത്യ, ഇറാൻ, മധ്യേഷ്യൻ രാജ്യങ്ങൾ എന്നിവയെയാണ് കയറ്റുമതി ഇറക്കുമതി നടപടികൾക്ക് ആശ്രയിക്കുന്നത്.